ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രേഡ്സ്മാൻ സ്മിത്തി എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ എക്സാമിനേഷന്റെ ഒരു വിലയിരുത്തലാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആകെ മൊത്തത്തിൽ എക്സാമിനേഷനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലബസിൽ അധിഷ്ഠിതമായി തന്നെയായിരുന്നു പരീക്ഷയിലെ ചോദ്യങ്ങളെല്ലാം വന്നത്. എല്ലാ മൊഡ്യൂളുകളോടും ഏതാണ്ട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ പരീക്ഷ നടന്നുപോയി എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. എന്നാൽ പരീക്ഷയിൽ ധാരാളമായിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവൽ ചോദ്യങ്ങളും മോഡറേറ്റ് ലെവൽ ചോദ്യങ്ങളും എന്നാൽ ഈസി ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പരീക്ഷയെ നമുക്ക് ആകെ മൊത്തത്തിൽ ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു എക്സാമിനേഷനിൽ അവരുടേതായ രീതിയിലുള്ള അഡ്വാൻറ്റേജ് കിട്ടിക്കാണും. എന്നാൽ നന്നായി പഠിച്ച് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് കുറച്ച് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടാനും ഈ ഒരു എക്സാം സഹായിക്കും എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അപ്പോൾ നന്നായി പഠിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയിൽ ഉന്നതമായ റാങ്കിൽ തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മോശമായി എന്നൊരു ഡിസപ്പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ ഇനി ഏത് റാങ്കിലെത്തും എന്നൊരു സംശയത്തിലായിരിക്കും. ഇനി അങ്ങനെ സംശയിച്ച് സമയം കളയുകയല്ല, മറിച്ച് നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങളെ പറ്റി നിങ്ങൾ ബോധവാന്മാരാവുകയും അതിനായിട്ടുള്ള തയ്യാറെടുപ്പുമായി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് കേന്ദ്ര സർവീസിലേക്കും ഒപ്പം തന്നെ സംസ്ഥാന സർവീസിൽ PSCയിലേക്കും വരുന്ന മറ്റ് ഓപ്പണിങ്ങുകളാണ്. ഈ ഓപ്പണിങ്ങുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള സമയം കൃത്യമായി തയ്യാറെടുത്താൽ ഇപ്പോൾ പഠിച്ച അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമുകളിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആ എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും കേരള PSCയിൽ നമ്മുടെ മുമ്പിൽ ഡേറ്റ് വന്നു നിൽക്കുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ AE തസ്തികയിലേക്കുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഇതിന്റെ ഡേറ്റ് 10/2/2026 ആണ്. ഇനി നമ്മുടെ മുമ്പിൽ ഏതാണ്ട് ഒരു മാസ കാലയളവുണ്ട് ഈ ഒരു എക്സാമിനേഷനായിട്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ പഠിച്ചിരിക്കുന്ന അതേ ഫ്ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷനിലും നല്ല ഒരു റാങ്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയിൽ ശരാശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ആദ്യത്തെ റാങ്കിൽ തന്നെ ഇടം നേടാനുള്ള അവസരവും നിങ്ങളുടെ മുമ്പിലുണ്ട്. അടുത്തതായിട്ട് ഈ വർഷങ്ങളിൽ, അതായത് ഈ കലണ്ടറിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ബാക്കി എക്സാമുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ഹെൽത്ത് സർവീസിലേക്ക്, അടുത്തതായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് കേരള പോർട്ട് സർവീസ് ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിലേക്ക്, അടുത്തതായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷനിലേക്ക്, അടുത്തതായിട്ട് ഹാർബർ എഞ്ചിനീയറിംഗിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആണ്. അടുത്തതായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഓവർസിയറും ട്രേസർ തസ്തികയാണ്. ഈ ഒരു തസ്തികയും മെക്കാനിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ്. അടുത്തത് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 ആണ്. ഇത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. അടുത്തത് ഓപ്പറേറ്റർ ആണ്. ഇത് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വരുന്ന തസ്തികയാണ്. അടുത്തതായിട്ട് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന വിങ്ങിലേക്ക് ലീഗൽ മെട്രോളജി സെക്ഷനിലേക്കാണ്. അടുത്തതായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി. ഇത്രയും എക്സാമിനേഷനുകൾ മെക്കാനിക്കൽ മേഖലയിൽ നിന്ന് മാത്രമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബാക്കി നിൽക്കുന്നു എന്ന് ഓർക്കണം. അപ്പോൾ ഇതൊരു വലിയ അവസരമാണ് എന്ന് ഓർക്കുക. അതുകൂടാതെ ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇത്രയും എക്സാമിനേഷനുകൾ കേരള PSCയിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ കൃത്യമായി തയ്യാറെടുപ്പുകളോടെ ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ള ലക്ഷ്യം. അപ്പം അതിനുള്ള ഓരോ ചുവടുവെപ്പും ഇന്ന് തന്നെ തുടങ്ങി നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇനി കേന്ദ്ര സർവീസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും അവസരങ്ങളുണ്ട്. അതിൽ തന്നെ SSC ജൂനിയർ എഞ്ചിനീയറിംഗ്, RRB ജൂനിയർ എഞ്ചിനീയർ, ഈ 2 പോസ്റ്റുകളും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ തയ്യാറെടുക്കാവുന്നതാണ്. അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ല എന്നൊരു ചിന്ത വേണ്ട. അവസരങ്ങൾ ധാരാളമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഇതിനായുള്ള തയ്യാറെടുക്കാനുള്ള മനസ്സ് മാത്രമാണ്. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഈ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ നിരവധി റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ച് വലിയ നേട്ടങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ജോലി എന്ന വലിയ ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഏണസ്റ്റ് അക്കാഡമിയുടെ വ്യത്യസ്തങ്ങളായുള്ള കോഴ്സുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ റൈറ്റായുള്ള ഏത് എക്സാമിനേഷന് വേണ്ടിയും ഏണസ്റ്റ് അക്കാഡമി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇവയിൽ ഏത് കോഴ്സിനെ പറ്റിയും കൂടുതൽ അറിയണമെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.